കുറച്ച് സയൻസ് ക്വിസ് നോക്കിയാലോ? ചോദിക്കട്ടെ ഞാൻ ചോദ്യങ്ങള് അവർക്ക് പറയണേ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. എങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആണ് കേട്ടോ സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഇനി മൂത്രത്തിലെ പ്രധാന വിസർജ്യ വസ്തു ഏതാണ്? യൂറിയ. മൂത്രത്തിലെ പ്രധാന വിസർജ്യ വസ്തുവാണ് യൂറിയ. ശരീരത്തിലെ ഏറ്റവും വലിയ രാസവസ്തുശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ രാസവസ്തുശാല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വളർച്ച കുറഞ്ഞ ഭാഗം ഏതാണ്? കണ്ണിലെ കൃഷ്ണമണിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വളർച്ച കുറഞ്ഞ ഭാഗം. ഇനി ഓക്സിജനെ സെല്ലുകളിൽ എത്തിക്കുന്ന വസ്തു ഏതാണ്? രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ സെല്ലുകളിൽ എത്തിക്കുന്ന വസ്തു. കണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്ത് രൂപാന്തരപ്പെട്ടതാണ്? ത്വക്ക് രൂപാന്തരപ്പെട്ടതാണ് കാണ്ടാമൃഗത്തിന്റെ തൊലി അല്ലേ? രക്തത്തില് ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്രയാ? ചുവന്ന രക്താണുക്കൾ ശരീരത്തിന്റെ ഏതു ഭാഗത്ത് വെച്ച് നശിക്കുന്നു? രക്തത്തിലെ ദ്രാവക ഘടകമാണ് ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ്. തവളയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? നീല രക്തമുള്ള ജീവികളാണ് മൊളസ്കകൾ. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 206. ഹൃദയം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമാണ് പെരികാർഡിയം. ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ്? നിറമില്ലാത്ത രക്തമുള്ള ജീവിയാണ്. സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ബൈ.